സാറ് ഭയങ്കര ഹാപ്പി ആണെന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. പക്ഷെ ഈ കോട്ട് ഭയങ്കര ഉത്തരവാദിത്തമുള്ളതാ. ഇത് ഇങ്ങനൊന്നും എറിയാൻ പാടില്ല. Maybe, but I really feel light now. ഏയ്, ഈ കോട്ടിൽ നിന്നൊരു മുക്തി തരണമെന്ന് പറഞ്ഞ് ഈ കോട്ട് നീ തന്നെ എനിക്കെടുത്ത് തന്ന് ഐ ആം ഫീലിംഗ് വെരി ലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കോട്ട് വീണ്ടും എനിക്ക് തരാനുള്ള പ്ലാൻ എന്തെങ്കിലും ആണോ? You know something? നാളെ മുതൽ ഞാനായിരിക്കും. രാവിലെ ഞാൻ ചെയ്യാൻ പോകുന്ന സീതയോട് പോയി ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തും. ഇത്രയും ദിവസം ഞാൻ ആരാണെന്ന് മറച്ചു വെച്ച് എന്തിനാണെന്നുള്ള അറിയുമ്പോ മേ ബി ഷീ മൈറ്റ് അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ട് മനസ്സിലാവില്ല? ജീവിതത്തിൽ ആരൊക്കെ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവര് ജനങ്ങളെയും ലോകത്തെയും കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സീത എത്ര വേദന സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ? ബെറ്റിയു മോനെ, നാളെ നീ സീതയോട് പോയി എല്ലാ സത്യങ്ങളും പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേറെ ലെവലിലേക്ക് പോവും. നീ ഇത് കണ്ടോ? നാളെ എപ്പോഴാവുന്നെന്ന് കരുതി നിന്നെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റഡ് ഞാനാ. എടാ, എന്നാലും എന്തോ ഒരു തരം എനിക്കെന്തോ ഒരു പേടി പോലെ. ഇത് ഹാർട്ട്, ഹൃദയം, ദിൽ എന്നാ ഇതിന് വിളിക്കുന്നേ. അത് അതുപോലെ കലങ്ങി വയറ്റിൽ എത്തിയിട്ടുണ്ടോടാ? എക്സാക്ട്ലി ലൈക്ക് ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. ആ, ഇതും പ്രേമത്തിന്റെ ലക്ഷണമാണ്. കറക്റ്റ്. അത് വിട്ടേക്ക്. ഇനി എങ്ങനെയാ നിന്നെ ഉപദേശിക്കാൻ പറ്റുക എനിക്ക്? ബിസിനസ് യൂത്ത് ഐക്കൺ വരെ ആയതല്ലേ. ഇങ്ങനെ തുറിച്ചൊക്കിട്ട് കാര്യമൊന്നുമില്ലടാ. എനിക്ക് നിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പാർട്ടി കിട്ടാനുണ്ട്. എല്ലാം ഒരുമിച്ചാക്കിക്കോളാം. എന്ത് പാർട്ടി? നീ മലേഷ്യയിലേക്ക് പോയ ട്രിപ്പ് ക്യാൻസൽ ആയില്ലേ? അതിനൊരു പാർട്ടി. നിന്റെ പെണ്ണിന്റെ കല്യാണം ക്യാൻസൽ ആയില്ലേ? അതിനൊരു പാർട്ടി. നിനക്ക് അവാർഡ് കിട്ടി, അതിനൊരു പാർട്ടി. നീയാണ് ശ്രീറാം ദേശായി എന്ന് സീതയോട് സത്യം പറയാനുള്ള സമയമായി, അതിനൊരു പാർട്ടി. തീർന്നെന്ന് കരുതിയോ? ഓഹോ, നാളെ സീത ഹാപ്പി ആയിരിക്കും. നീയും അതേ ഫ്ലോയിൽ അവരെ പ്രപ്പോസ് ചെയ്യും, അതിനൊരു പാർട്ടി. അവര് ഹാപ്പി ആയിരിക്കും, നാണം കുടുങ്ങും, അവര് സമ്മതിക്കും, അതിനൊരു പാർട്ടി. എത്രയും പെട്ടെന്ന് സീതാരാമ കല്യാണം നടക്കും, അതിനൊരു പാർട്ടി. വിട്ടിട്ട് വായി തോന്നിയൊക്കെ വിളിച്ചു പറയാനല്ലേ വേണ്ട. ഇങ്ങനെ പിടിക്കുന്നത് തന്നെയാ നിനക്ക് നല്ലത്. പക്ക. പിന്നെ പെട്ടെന്നൊരു ജൂനിയർ ശ്രീറാം ദേശായി വരും. സിഹി, അമ്മ നിന്റെ കൂടെ തന്നെയുണ്ട് സിഹി. സിഹി, നിന്റെ അമ്മ നിന്നെ വിട്ട് ഒരിക്കലും എവിടെയും പോവില്ല. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറങ്ങിക്കോ. പാവം സിഹി, ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇനി എത്ര ദിവസം എടുക്കുമോ എന്തോ. റാമിന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ ഓഫീസിലേക്ക് വന്നില്ലല്ലോ. ഓ ദൈവമേ, ഞാൻ ശ്രീറാമല്ല, ഞാൻ ശ്രീറാം ദേശായി ആണെന്നുള്ള എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ വേണ്ടി ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ ഉറക്കം കളയേണ്ട കാര്യമുണ്ടോ? അത്ര വലിയ ടാസ്കാ ഇത്. മാക്സിമം പോയാൽ എന്ത് സംഭവിക്കും? സീതയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും. എന്തിനാ റാമേ എന്നോട് ഇതൊക്കെ മറച്ചു വെച്ചേ എന്നൊക്കെ പറഞ്ഞ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി സത്യം പറയല്ലേ, അപ്പൊ അവൾക്ക് സന്തോഷമാവല്ലേ വേണ്ടേ? ഞാനെന്തിനാ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വെറുതെ പ്രശ്നം വഷളാക്കുന്നേ? ജസ്റ്റ് റാമിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കൂൾ റാം, കൂൾ. അല്ലെങ്കിൽ സീതയ്ക്ക് ഞാനൊരു മെസ്സേജ് അയച്ചാലോ? ഹായ് സീത, ഇത്രയും നാൾ നമ്മൾ രണ്ടുപേരും നല്ല ക്ലോസ് ആയിരുന്നു, എന്നിട്ട് ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെച്ചെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചാലോ? ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയ പോലെ ഉണ്ടാവും. വേണ്ട, ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടാവും ഇപ്പോ. ഹായ് സീത,
ഐ ഹാവ് ടു ടെൽ യു സംതിങ്. ഓ നോ 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 നോ, ഈ കാര്യങ്ങളൊക്കെ മെസ്സേജ് വഴി പറഞ്ഞാൽ തീരുമാനമായി കിട്ടും. ചിലപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നൊക്കെ അതേ സെൻസിൽ അവൾ വായിച്ചില്ലെങ്കിലോ? ഡിലീറ്റ്. റാം എന്തോ മെസ്സേജ് അയച്ച് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അവളെന്നെ മെസ്സേജ് കണ്ടു കാണൂ. അപ്പൊ ഇവനിതുവരെ ഉറങ്ങിയിട്ടില്ല. പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചാലോ? ഓൺലൈനിൽ തന്നെ ഉണ്ടല്ലോ. ഉറങ്ങിയില്ലേ? ഒരു മെസ്സേജും കൂടി അയച്ചാലോ? ഈ നേരത്തെ ഇനി എന്ത് സംസാരിക്കാനാ? നാളെ സംസാരിച്ചോളാം. പാവം, രാത്രി ഒന്നും ശരിക്കും ഉറങ്ങിയതേയില്ല. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. ഇന്ന് സൺഡേ അല്ലേ? ഓ, ഇന്ന് അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി അല്ലേ? ഇത് സിഹിയോട് പറഞ്ഞ ഇന്നിവിടെ ഉത്സവമായിരിക്കും. കള്ളി, എഴുന്നേറ്റോടി നീ. പിന്നെ എന്ത് ചെയ്യാനാ സീതമ്മ? സ്കൂൾ ഉണ്ടെങ്കിൽ ഉറങ്ങിയാൽ സമയം തികയില്ല. സ്കൂൾ ഇല്ലാത്ത ദിവസം വേഗം എഴുന്നേക്കുകയും ചെയ്യും. മാങ്ങയുള്ളപ്പോ കല്ല് കാണില്ല, കല്ലുള്ളപ്പോ മാങ്ങയും കാണില്ല. അങ്ങനെ പറഞ്ഞ ഒന്നുമില്ല. ഞാൻ ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് നിന്നെ വന്ന് വിളിക്കാം. അത്ര നേരം കൂടി കിടന്നോട്ടോ. വേണ്ട സീതമ്മ, എന്റെ ഉറക്കം കഴിഞ്ഞു. സിഹി, രാത്രി എന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? നീ പേടിച്ചു പോയായിരുന്നോ? അതെ സീതമ്മ, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. എനിക്ക് ആ സ്വപ്നം ഇഷ്ടമേ ആയില്ല. സിഹിമോളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. നിന്റെ തലേന്ന് അതെല്ലാം കളഞ്ഞേക്ക് കേട്ടോ. നീ ഫ്രഷ് ആയിട്ട് ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്ക. നീ ഇനി ഒരിക്കലും ഒരു ദുസ്വപ്നവും കാണരുതെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ സീതമ്മ. സിഹി, ഇന്ന് എന്താ സ്പെഷ്യല്? സൺഡേ, വേറെന്താ? അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറിയാ മോളെ. ആണോ? ആ, നമുക്ക് അവർക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? ആ സീതമ്മ, ഫസ്റ്റ് ഞാൻ പോയി മുത്തശ്ശനെ മുത്തശ്ശിയെ വിഷ് ചെയ്യാം. അവരോട് ഇപ്പോഴേ പറയണ്ട, അപ്പൊ സർപ്രൈസ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് അവരെ വിരുന്നിന് വിളിക്കാം. അപ്പൊ സർപ്രൈസ് ആവും. സീതമ്മ, എന്നാ പിന്നെ ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. ഏയ് നിൽക്ക്. എല്ലാത്തിനും നിന്റെ ഫ്രണ്ടിനെ വിളിക്കണമെന്ന് പറയുന്നതാണല്ലോ. ഇപ്പൊ നീ നിന്റെ ഫ്രണ്ടിനെ അങ്ങ് മറന്നുപോയോ മാഡം? ഞാൻ എന്റെ ഫ്രണ്ടിനെ അങ്ങനെ മറന്നു പോവോ? ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഫോൺ ചെയ്താ സ്മെൽ വരില്ലേ? അപ്പൊ ഞാൻ ഫ്രഷ് അപ്പ് ആയിട്ട് കോൾ ചെയ്യാന്ന് വിചാരിച്ചു. ശരി, ആയിക്കോട്ടെ. പ്രിയാന്റിനെയും വിളിക്കണം. എല്ലാവർക്കും ചേർന്ന് ആഘോഷമാക്കാം. ഓക്കെ അല്ലേ? ഇതെന്താ ഫോൺ കിടന്ന് ഇപ്പൊ വെല്ലടിക്കുന്നേ? അമ്മ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ വിളിക്കാറൊന്നും ഇല്ലല്ലോ. ഇതാരും ഇത്ര രാവിലെ വിളിച്ചോണ്ടിരിക്കുന്നേ? സീതയായിരുന്നോ? ഹലോ, എന്താ സീത? അല്ല മോളെ, സൺഡേ നീ ഇത്ര രാവിലെ തന്നെ എഴുന്നേക്കാറുണ്ടോ? എന്റെ സൂര്യൻ ഇന്ന് ലേറ്റ് ആയിട്ടേ ഉദിക്കുള്ളൂ എന്ന് നിനക്ക് അറിയില്ലേ? എന്താ കാര്യം? എല്ലാം ഓക്കെ അല്ലേ? നിന്റെ ഉറക്കം കളഞ്ഞതില് സോറി പ്രിയ. ഇന്ന് അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറിയാ.
ഉച്ചയ്ക്ക് കഴിക്കാൻ വരാൻ പറയാനാ ഞാൻ വിളിച്ചത്. ആ, നമ്മുടെ യങ് കപ്പിൾസിന്റെ ആനിവേഴ്സറി ആണോ ഇന്ന്? ഉറപ്പായിട്ട് ഇന്ന് ഞാൻ എത്തിയിരിക്കും. ഉച്ചയ്ക്ക് എന്തിനാ, നേരത്തെ തന്നെ ഞാൻ വരും. സ്പെഷ്യലായിട്ട് നീ ഒന്നും ഉണ്ടാക്കണ്ട. നീ എന്തുണ്ടാക്കിയാലും അത് സൂപ്പർ ആയിരിക്കും. ശരി, എന്നാ വേഗം വാ. അയ്യോ, അവസാനം നീ ഒന്ന് ചിരിച്ചല്ലോ, എനിക്ക് സമാധാനായി. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ, ശരി, ബൈ. ഒരു മിനിറ്റ്, റാമിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അവൻ ഇന്നലെ ഓഫീസിലേക്ക് വന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? രാമനെയോ? അവൻ ആ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്താ അവിടെ അവൻ ചെയ്തോണ്ടിരിക്കുന്നെ? എപ്പ ചെന്നാലും അവൻ ആ വാതിൽ തുറക്കേയില്ല. അപ്പൊ പിന്നെ വീക്കെൻഡിലെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? കുംഭകർണന് കോമ്പറ്റീഷൻ കൊടുക്കുമായിരിക്കും അവൻ. എന്തേ, നീ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലേ? അല്ല പ്രിയ, ഞാൻ അവനെ വിളിച്ചിട്ടില്ല, ഡിസ്റ്റർബ് ആവുമെന്ന് കരുതി. ആഹാ, ശരിയായ നടപടിയാ. നിങ്ങൾ രണ്ടാളും വിചിത്ര ജീവികളാ. അവൻ നിന്നെ കോൾ ചെയ്യാൻ 10 തവണ ആലോചിക്കുമെങ്കിൽ നീ അവനെ ഒന്ന് വിളിക്കാൻ വേണ്ടി എന്തായാലും 100 തവണയെങ്കിലും ആലോചിക്കുമായിരിക്കും. രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. എന്നിട്ട് അവൻ ഓക്കെ ആണോന്ന് നീ എന്നെ വിളിച്ചു ചോദിക്കുന്നു. നല്ല ആൾക്കാരാ രണ്ടുപേരും. അല്ല, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യില്ലെന്ന് വല്ല നിബന്ധന വെച്ചിട്ടുണ്ടോ? നിനക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടെ? അതുകൊണ്ടല്ല പ്രിയ, അവന് ക്ഷീണം കാണില്ലേ, റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ആയിക്കോട്ടെ, യു ഡോണ്ട് വറി. ഇന്ന് അവന്റെ വീടിന്റെ വാതിൽ എന്തായാലും ഞാൻ പൊളിച്ചു നോക്കും. ശരി മോളെ, വേഗം വാ. ബൈ. ബൈ. പ്രിയ പറഞ്ഞത് ശരിയാണല്ലോ, എനിക്കങ്ങ് വിളിച്ചു ചോദിച്ചാ പോരെ. പൊട്ടി. ഫ്രണ്ട്, അവസാനം നീ ആരാണെന്ന് വെളിപ്പെടുത്താൻ സമയമായിട്ടുണ്ടല്ലേ? എടാ 10 റൗണ്ട് ആയടാ, മതിയടാ. എടാ മോനെ, ഓൾറെഡി നീ ഇപ്പൊ 10 റൗണ്ട് അടിച്ചു. ഇനി എത്ര റൗണ്ടാ? ബാക്കിയുള്ള റൗണ്ടൊക്കെ നീ സീതയോട് സത്യം പറയില്ലേ? അത് കഴിഞ്ഞൊന്ന് നോക്കാം. വാ, നമ്മുടെ ചെക്കൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. ഏയ് എടാ, നോക്ക്, നിന്റെ രാശിഫലം വന്നിട്ടുണ്ട്. പറയട്ടെ എങ്ങനെയുണ്ടെന്ന്? മനസ്സില് ഉള്ള കാര്യങ്ങള് തുറന്നു പറയാൻ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ആഞ്ജനേയ സ്തോത്രം ജപിച്ച് മഞ്ഞയോ വെള്ളയോ കളർ ഡ്രസ്സ് ധരിച്ച്, എടാ ഇന്ന് പോകുന്നതിന് മുമ്പ് ആഞ്ജനേയ സ്തോത്രം ജപിച്ച് യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോ. നിന്റെ അടുത്ത് യെല്ലോ കളർ ഡ്രസ് ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, യെല്ലോ കളർ പാന്റ്, യെല്ലോ കളർ ഷർട്ട്, യെല്ലോ കളർ ബ്ലേസിയർ, സൂപ്പർ ആയിരിക്കോടാ. എടാ നീ എന്താ കളിക്കുക? എന്റെ വിഷമം എന്താന്ന് എനിക്കറിയൂ. ഏയ്, ഞാനിവിടെ ഉള്ളപ്പോ എന്ത് വിഷമോടാ നിനക്ക്? പറ മാഹൂന. എടാ നിന്നെ ടെൽ മീ മാൻ, പറയടാ, എന്താ നിന്റെ വിഷമം? പറ. ഏയ് നോ 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 നോ. ഏയ്, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാ. എന്നെ പറ്റിക്കാൻ കഴിയില്ല, നീ അവിടെ തന്നെ നിന്നോ. റാം, കുഴപ്പമൊന്നുമില്ലല്ലോ? വേദനയൊക്കെ കുറഞ്ഞില്ലേ? കുറഞ്ഞില്ലെങ്കിൽ ചൂടുവെള്ളം പിടിച്ചാൽ മതി. യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ബെറ്റർ. ഇന്നലെ നീ എന്താ ഓഫീസിലേക്ക് വരാഞ്ഞത്? എനിക്കാണെങ്കിൽ ഇന്നലത്തെ ആ ടെൻഷനില് നിന്നോടൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല റാം. നീ ചെയ്തത് അത്രയും ചെറിയ ഉപകാരമൊന്നും അല്ല. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു റാം? ആ കല്യാണം മുടക്കിയത് നീ ചെയ്ത ഏറ്റവും വലിയ ഉപകാരമാ. ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു യു റാം. താങ്ക് യു സോ മച്ച്. ഞാൻ താങ്ക്സ് പറഞ്ഞതിന് നിനക്ക് ദേഷ്യം വന്നോ റാം? എന്നാ നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. ഞാൻ അച്ഛന്റെ അമ്മയുടെ ആനിവേഴ്സറി ആണ്. ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരണം. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ അല്ലേ? റാം, നീ എന്തോന്നും പറയാത്തെ? കേൾക്കുന്നില്ലേ?
റാം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പറയാത്തതെന്താ? നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? റാം, ഹലോ? ഹലോ റാം. ശരി, ഓക്കെ, എന്നാ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. സീത, ഞാൻ എപ്പോ വന്നാലും അടുത്ത് കിടക്കുന്ന ഈ സീറ്റ് ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിട്ടിരിക്കുന്നതാണോ? അല്ല മാം, യൂഷ്വലി റാമാണ് അവിടെ ഇരിക്കാറ്. ഈ സമയത്തിനുള്ളിൽ വരേണ്ടത് അവൻ. പക്ഷെ എന്താ വരാത്തേന്ന് അറിയില്ല മാം. സീത, നിന്റെ കല്യാണം ക്യാൻസൽ ആയെന്ന് ഞാൻ അറിഞ്ഞു. ഐ എം റിയലി സോറി. വിഷമം തോന്നി. ഡോണ്ട് വറി, യു വിൽ ഹാവ് സംതിങ് ബെറ്റർ ഇൻ ഫ്യൂച്ചർ. പ്രതീക്ഷ കൈവിടരുത്. സീത, അപ്പൊ ഫ്രണ്ട് നീയായിരുന്നല്ലേ? രണ്ടുപേർക്കും ഇടയില് ഫ്രണ്ട്ഷിപ്പ് അങ്ങ് വലുതായിട്ടുണ്ടല്ലോ. ഫ്രണ്ട്ഷിപ്പില് ഡിസ്റ്റൻസ് എത്രത്തോളം വേണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. എന്താ എല്ലാം മെസ്സേജ് ചെയ്ത് പറയാൻ വേണ്ടി ഡിസൈഡ് ചെയ്തതാണോ? ഞാൻ ആദ്യം അതാ വിചാരിച്ചേ, പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതെന്താടാ നീ ഇങ്ങനെ ഡയറക്റ്റായിട്ട് സീതയോട് പോയി സംസാരിക്കാൻ പറഞ്ഞാൽ അത് കഴിയില്ല എന്ന് പറയും. അറ്റ്ലീസ്റ്റ് മെസ്സേജ് അയച്ചത് പറയാൻ പറഞ്ഞാൽ അതും പറ്റില്ല എന്ന് പറയും. ദെൻ വാട്ട് ഈസ് എ വേ? നീ ഒരു കാര്യം ചെയ്, നീ നോർമൽ ഗെറ്റപ്പിൽ ഓഫീസിലേക്ക് വാ, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്തോളാം. എല്ലാവരുടെ മുന്നിൽ പറയുന്നവരാണോ സീതയോട് പോയി പറയുന്നത്? അവൾ എനിക്ക് വളരെ അടുത്തൊരാളല്ലേ. അവളെ ആക്ച്വലി എനിക്ക് പറ. അതറിയാടാ അണ്ണെങ്കി എന്നോ ലവ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫീലിങ്സ് തൊട്ട് കളിക്കരുതെന്ന്. ഏയ് അതിനിപ്പോ എന്താ, എനിക്ക് അവളെ ഇഷ്ടമാ. ഐ ലവ് സീത, ഐ ലവ് സീത. യെസ്, റാം ലവ് സീത. എടാ, ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് എന്ത് സന്തോഷാന്നറിയോ? പഴയൊരു മെലഡി കേൾക്കുന്ന പോലെ ഉണ്ട്. ഇതെങ്ങാനും സീത കേട്ട് കഴിഞ്ഞാ എടാ, ഇതേ എനർജിയില് ഇതേ സന്തോഷത്തില് സീതയോട് പോയിട്ട് എല്ലാ സത്യങ്ങളും പറ, അവര് സമ്മതിക്കും. പക്ഷെ അത്രയും തന്നെ ടെൻഷൻ ഉണ്ടാ. സീതയ്ക്കാണെങ്കിൽ കള്ളം പറയുന്നവരെ കണ്ണെടുത്താ കണ്ടുടാ. ഞാനാണെങ്കിൽ അവളോട് കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൾ ആരോട് വേണമെങ്കിലും ക്ഷമിക്കൂടാ, പക്ഷെ കള്ളം പറയുന്നവരോട് മാത്രം ക്ഷമിക്കില്ല. അങ്ങനെ ഒരാളോട് സത്യം പറയുന്നതും ബുദ്ധിമുട്ടാടാ. നോക്ക്, നീ എന്താ അവരെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണോ? ഓഫീസിലെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, ഒരു സീക്രട്ട് ഓപ്പറേഷനിലായിരുന്നു. ഇപ്പൊ എന്താ, നിനക്ക് പോയി ഇഷ്ടം പറയാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളാം. നീ എന്തിനാ പറയുന്നേ? ഞാൻ പോയി പറയില്ലേ? ഇത് ഞാനല്ലേ അവളോട് പോയി പറയണ്ടേ? ഞാൻ പറയുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും വഴി കാര്യങ്ങൾ അറിഞ്ഞോണ്ടല്ലോ അവളത് വലിയ പ്രശ്നമാക്കും, നിനക്കറിയോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലത്. പറയടാ, നീ ആദ്യം ആ കാര്യം ഒന്ന് പറ, പറഞ്ഞു തീർക്ക്, മതിയായിടാ. ഓഹോ, അപ്പൊ അങ്ങനെയാണോ കാര്യം? സീതാമാതാവിന് കളവ് പറയുന്നവരെ പിടിക്കില്ലല്ലേ? അത് മതി എനിക്ക്. ഹലോ, ഹാപ്പി ആനിവേഴ്സറി മിസ്റ്റർ മുത്തശ്ശ. ഓയ് മിസ്റ്റർ മുത്തശ്ശ, ആനിവേഴ്സറി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ ചെറുപ്പക്കാരനായിട്ട് മാറിയത്. എന്തോ ഒന്നും പറയാതെ, അവിടെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്, പക്ഷെ ഈ ആനിവേഴ്സറി ആരുടെയാ? അയ്യോ മുത്തശ്ശ, നിങ്ങൾ ഇന്നത്തെ ദിവസം പോലും മറന്നുപോയോ? ഇന്ന് നിങ്ങളുടെ മുത്തശ്ശിയുടെ വെഡിങ് ആനിവേഴ്സറിയാ. അതിന് വിഷ് ചെയ്യാൻ വേണ്ടിയാ ഞാൻ വന്നേ. സീമോളെ, നിന്റെ മുത്തശ്ശനോട് ചോദിക്കേ, എന്നെങ്കിലും നിന്റെ മുത്തശ്ശന് ഓർമ്മയുണ്ടോന്ന്. അയ്യോ മറവിക്കാരൻ മുത്തശ്ശ, ഇന്ന് നിങ്ങളുടെ ആനിവേഴ്സറിയാ. ആദ്യം പോയി വിഷ് ചെയ്യാൻ നോക്ക്, വെറുതെ മുത്തശ്ശിയുടെ വായിലിരിക്കുന്ന കേക്കണ്ട. ശരി മോളെ. ശാന്തേ, ഞാൻ ശരിക്കും മറന്നുപോയിടി. ഇതിനായിരുന്നല്ലേ രാവിലെ എണീറ്റ പോലും നീ ഇങ്ങനെ കണ്ടുരുട്ടിക്കൊണ്ടിരുന്നത്? ഇപ്പൊ പിടികിട്ടി.
താങ്ക് യു സീമോളെ. മുത്തശ്ശി ഹാപ്പി ആനിവേഴ്സറി മുത്തശ്ശി. താങ്ക് യു പൊന്നുമോളെ. അമ്മ, നിനക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ. മോളെ, നീനൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൂടായിരുന്നോ? സീതമ്മ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു മുത്തശ്ശ. പാവം, ആര് മറന്നാലും നമ്മുടെ സീത മാത്രം മറക്കില്ല. നീയും അങ്ങനെയാ അല്ലേ ചക്കരെ? നീ മറക്കില്ലല്ലോ. മുത്തശ്ശി, ഇന്ന് നിങ്ങള് ഒന്നും ഇവിടെ ഉണ്ടാക്കണ്ട. സീതമ്മ അവിടുന്ന് എല്ലാം ഉണ്ടാക്കിക്കോളും. അയ്യോ, കിട്ടുന്നതാകെ ഒരു ലീവാ. എന്തിനാ വെറുതെ സീതയെ ബുദ്ധിമുട്ടിക്കുന്നേ? അതൊന്നും വേണ്ട, ഞങ്ങളും വന്ന് സീതയെ സഹായിച്ചോളാം. നോ മുത്തശ്ശി, ഇന്ന് നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകും കേട്ടോ. കൽപ്പന പോലെ രാജകുമാരി. ശാന്തേ, നമ്മുടെ കല്യാണ വാർഷികത്തിന്റെ സെലിബ്രേഷൻ ആയിട്ടെങ്കിലും സീത അവളുടെ വിഷമമൊക്കെ ഒന്ന് മറന്നാ മതിയായിരുന്നു. അതെ ഏട്ടാ. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് പോലെ ചെയ്യ. ഭാർഗവ്, എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. വാട്ട് ദ കാച്ച്? സെലിബ്രേഷൻസ്. വാ, സെലിബ്രേഷനോ? സെലിബ്രേഷൻ ആണെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാ. പക്ഷേ ഈ സെലിബ്രേഷൻ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാൻ പറ്റുമോ ഭാർഗവ്? അപ്പോ ഇന്ന് നീ ഓഫീസിലേക്ക് ഇറങ്ങിയോ? ഏയ് അല്ല മേമ, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ.